എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മോംസ് കറി പോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കേരള ഡിഷാണ്, ചെമ്മീൻ കിഴി. ഈ ഡിഷിൻ്റെ പ്രത്യേകത സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ചെമ്മീൻ ചെറിയ ഉള്ളിയും തക്കാളിയും പിന്നെ മറ്റു മസാലകളും ചേർത്ത് വേവിച്ച് പിന്നെ വാഴയിലയിൽ കിഴിയാക്കി സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ഈ വിഭവം ഒരു സൂപ്പർ ടേസ്റ്റി ഡിഷാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ തുടങ്ങാം. ചെമ്മീൻ കിഴി ഉണ്ടാക്കുവാൻ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 200 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി ഒന്ന് പിങ്ക് നിറമാകുമ്പോൾ ഇതിലേക്ക് ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വീണ്ടും പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഈ സമയത്ത് ഇതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളി ചേർത്ത് ഇത് നന്നായി വേവുന്നത് വരെ വഴറ്റുക. തക്കാളി സോഫ്റ്റായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും വേവിക്കുക. തക്കാളി എല്ലാം നന്നായി സോഫ്റ്റായി വരാൻ മൂടി വെച്ച് 5 മിനിറ്റ് കൂടി വേവിക്കുക. മൂടി തുറന്ന് ഒന്നുകൂടെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് മസാലയും പ്രോൺസും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച്, അതായത് ഏകദേശം ഒരു 1/4 ഗ്ലാസ് പുളിവെള്ളം ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ചീനച്ചട്ടി മൂടി സ്ലോ ഗ്യാസിൽ 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രോൺസിൽ നിന്നുള്ള വെള്ളം ഈ പ്രോൺസ് വേവാൻ മതിയാകും. ഇനി ഇതിൻ്റെ ലിഡ് തുറന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് എക്സ്ട്രാ വെള്ളമുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പ്രോൺസ് മസാല തയ്യാർ. കുറച്ച് കറിവേപ്പില കൊണ്ട് ഇത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് കിഴി തയ്യാറാക്കാം. അതിനായി ഒരു വാഴയില വാട്ടി അതിലേക്ക് ചെമ്മീൻ മസാല ചേർക്കുക. ഇനി ഇത് കിഴി പോലെ കെട്ടി മാറ്റി വയ്ക്കണം. ഈ കിഴി ഒരു ഇഡ്ഡലി സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ന് ഞാൻ ഈ കിഴി ചീനച്ചട്ടിയിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അതിനായി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 1/2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ കിഴി വെച്ച് ലിഡ് കൊണ്ട് മൂടി ഏകദേശം 10 മിനിറ്റ് കൂടെ സ്ലോ ഗ്യാസിൽ വെച്ച് വേവിക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പ്രോൺ കിഴി തയ്യാർ. ഇന്നത്തെ ഈ സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ കിഴിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ആയെങ്കിൽ മോംസ് കറി പോട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത്. രുചിയേറുന്ന മറ്റൊരു വിഭവമായി കാണുന്നത് വരെ സീ യു.